നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അഥവാ പിണറായി വിജയൻ തോളിൽ കൈയിട്ടുകൊണ്ട് നടന്ന രണ്ട് ഉറ്റ ചങ്ങാതിമാരായിരുന്നു വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അങ്ങനെ ആരോടെങ്കിലും ഉറ്റ സൗഹൃദം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. സുകുമാരൻ നായർ അത്ര അടുപ്പിച്ചില്ല. അതെ, എപ്പോഴും അത് ഒരുപക്ഷെ സുകുമാരൻ നായർ പറയുന്ന പോലെ ഒരു ശരിദൂര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിർത്തിയതാവാം. എന്തുമാവട്ടെ, പിണറായി വിജയന് വേണ്ടി പലപ്പോഴും ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന തരത്തിൽ സംസാരിച്ചിരുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു. കാരണം ന്യൂനപക്ഷ സമുദായങ്ങൾ ഏകദേശം CPM നിന്നാകുന്നു, ഇനി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടില്ല എന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായപ്പോൾ ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഞങ്ങളുടെ പെട്ടിയിൽ വീഴിക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശനെ ഇറക്കി ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ് ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ നാടകങ്ങളെല്ലാം അമ്പെ പരാജയപ്പെട്ടു. 2026 വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അത് പിണറായിക്കും ബോധ്യമായി, നമ്മൾ കേരള ജനതയ്ക്കും ബോധ്യമായി. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം മറ്റൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം പിന്നീട് വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ കാണുന്നത് പത്മഭൂഷൺ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിലാണ്. കാരണം PD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടതായി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് 105 സീറ്റ് വേണ്ട 95 സീറ്റ് കിട്ടുകയാണെങ്കിൽ താൻ തലമുട്ടയടിക്കും എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ നാളിതുവരെയായിട്ടും തലമുട്ടയടിച്ചിട്ടില്ല. അതുകൊണ്ടാണോ അദ്ദേഹം പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത് എന്നുള്ളതറിയില്ല. പത്മഭൂഷൺ വാങ്ങിക്കാൻ അദ്ദേഹം പഴയതുപോലെ തന്നെ സുന്ദരനായി, അദ്ദേഹത്തിൻ്റെ ഉള്ള മുടിയൊക്കെ ചീകി വെച്ച് സിന്ദൂര പൊട്ടൊക്കെ തൊട്ട് നല്ല പളപള മിന്നുന്ന വസ്ത്രമൊക്കെ ഇട്ട് പത്മഭൂഷൺ സ്വീകരിക്കുന്ന നമ്മൾ കണ്ടു. എൻ്റെ പട്ടിക്ക് വേണം പത്മഭൂഷൺ എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ കേരളം അനുസ്മരിച്ചെങ്കിലും അദ്ദേഹം അത് വിസ്മരിക്കുന്നതായാണ് നമ്മൾ കണ്ടത്. എന്തായാലും അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ സമ്മേളന വേദിയിൽ വീണ്ടും പൊങ്ങി നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3.0 തുടർഭരണം പിണറായി വിജയന് കിട്ടാതെ പോയത് കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലിരിപ്പാണ്. മുൻ സ്പീക്കറായിരുന്ന ഷംസീറിൻ്റെ ചില പരാമർശങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഷംസീറിനെതിരെയും CPM-നെതിരെയും ആഞ്ഞടിച്ചത്. ഷംസീറിന് മുസ്ലിം ലീഗിൻ്റെ മനസ്സാണുള്ളത്. കാരണം മുസ്ലിം ലീഗാണ് എനിക്കെതിരെ നിരന്തരമായി കുരിശുയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധിക്കുന്നതിൽ CPM-ന് ഊക്കുപോരായിരുന്നു എന്നുള്ള വാക്ക് എടുത്തു പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഷംസീറിനെതിരെ ആഞ്ഞടിച്ചത്. ഇത് ഷംസീറിൻ്റെ മുസ്ലിം ലീഗ് മനസ്സാണ് കാണിക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെ താല്പര്യമാണ് കാണിക്കുന്നത്. വളഞ്ഞ വഴിയിലൂടെ പാർട്ടിയിൽ കടന്നുകൂടിയ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് 3.0 ആവർത്തിച്ച് തുടർഭരണം കിട്ടാതെ പോയതിൻ്റെ കാരണം ഷംസീറിനെ പോലുള്ള ചില കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് കൂടി വെള്ളാപ്പള്ളി പറഞ്ഞു വെച്ചു. എന്നാൽ പഴയതുപോലെ ഇനിയിപ്പോൾ വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കേണ്ട ആവശ്യകത അല്ലെങ്കിൽ ആവശ്യം തനിക്കില്ല എന്ന് മനസ്സിലാക്കി പിണറായി വിജയൻ തൊട്ടടുത്ത ദിവസം തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ കരണം പൊത്തി അടിക്കുന്നത് പോലെ അല്ലെങ്കിൽ പരസ്യമായി പെരുവഴിയിൽ വെച്ച് മുണ്ടഴിച്ചെടുക്കുന്നത് പോലെയോ ഉള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. CPM-ൽ ആരും വളഞ്ഞ വഴിയിലൂടെ കടന്നു വന്നിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പ്രസ്താവന തള്ളിക്കളയുന്നു, പുച്ഛത്തോടുകൂടി തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ അർഹിക്കുന്ന അവഗണനയോടുകൂടി അതിനെ നിഷേധിക്കുന്നു എന്നാണ് പിണറായി വിജയൻ മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഈ ചുരുങ്ങിയ കാലയളവിലുള്ള രണ്ടു കൂട്ടരെയും മാറ്റം എങ്ങനെ നോക്കിക്കാണുന്നു? മരയോന്തിന് പോലും ഇത്തരത്തിൽ പെട്ടെന്ന് നിറമാറാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇത് നോക്കിക്കാണുന്നത്? എന്ത് പറഞ്ഞിട്ട് ആരെല്ലാം പറഞ്ഞാലും താൻ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പോകുന്നു എന്നുള്ള വിവരം ഉറപ്പായിട്ടും വെള്ളാപ്പള്ളി പിണറായി വിജയനെയോ അദ്ദേഹത്തിൻ്റെ അഭ്യുദയാകാംക്ഷികളെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ കൺസെൻറ്റൂടെ മേടിച്ചാണ്. അപ്പോൾ ഈ ഷംസീറിനെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 2 ചിന്താധാരകൾ, പഴയ MV രാഘവൻ്റെയൊക്കെ കാലം പറഞ്ഞാൽ EMSൻ്റെയും MV രാഘവൻ്റെയും കാലം പറഞ്ഞാൽ 2 ചിന്താധാരകളുണ്ട്. വളരെ ശക്തമായി മത്സരം നടക്കുന്നുണ്ട്. ഒന്ന്, CPM കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എടുത്തിരുന്ന ന്യൂനപക്ഷ പ്രീണന സമീപനം, അല്ലെ മുസ്ലിം വിഭാഗങ്ങളെ അത് ഏതെങ്കിലും തരത്തിൽ എത്ര ഭിന്നിപ്പിച്ചിട്ടാണെങ്കിലും തീവ്രവാദിയാക്കുകയാണെങ്കിലും കുറേ വോട്ടുകൾ, അതിൻ്റെ ഒരു 25-30% വോട്ടെങ്കിലും തങ്ങൾക്ക് കിട്ടാനുള്ള ശ്രമം CPM നടത്തിക്കൊണ്ടിരുന്ന കാലമാണ്. ആ ശ്രമം ഭയങ്കരമായി ബാക്ക് ഫയർ ചെയ്തു, ദയനീയമായി തോറ്റു. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന സോളിഡായിട്ട് ബാക്ക് ചെയ്യുന്ന ഈഴവ കമ്മ്യൂണിറ്റി പോലും ചേഞ്ച് ഉണ്ടായി. അല്ലെങ്കിൽ ഒരിക്കലും കൊല്ലത്തും ആലപ്പുഴയൊന്നും ഇത്രയും തിരിച്ചടി, എന്തിനാ ഏറ്റുമാനൂർ വരെ ഈ തിരിച്ചടി ഉണ്ടായതിൻ്റെ അടിസ്ഥാനം അതാണ്. ഇവിടെ ഇതിലേത് ഷംസീറിനെ ടാർഗറ്റ് ചെയ്ത് നമ്മളാദ്യം പറഞ്ഞു, ഷംസീറിനെ ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു പിണറായി വിരുദ്ധ ഗ്രൂപ്പിൻ്റെ വക്താവായിട്ടാണ്.
അദ്ദേഹം പഴയ കോടിയേരി കോടിയേരി ബാലകൃഷ്ണൻ, പി ജയരാജൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ആയിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന, അവിടുത്തെ വേണമെങ്കിൽ ഇപ്പോഴത്തെ പഴയ എന്നാ പറയുന്നത് AKG ഗോപാലസേന എന്ന് പറയുന്നത് ഇപ്പോഴത്തെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ആയിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സംഘാടകനാണ്. മസിൽ പവറിന് പ്രാധാന്യം കൊടുത്ത ആളാണ് ഷംസീർ. പക്ഷേ ഷംസീർ അങ്ങനെ ആ രീതിയിൽ ശക്തനായിട്ട് നിൽക്കുന്നത് തൻ്റെ മരുമകൻ, സ്വന്തം മരുമകൻ ലേക്കർ കോർപ്പറേഷൻ്റെ MD അല്ലെങ്കിൽ ലേക്കർ കോർപ്പറേഷൻ്റെ എല്ലാമായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ്റെ എല്ലാമായ റിയാസിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കും എന്നുള്ള ഉത്തമ ബോധ്യം വന്നു. അതുകൊണ്ട് ഷംസീറിനെ ഒഴിവാക്കേണ്ടി വന്നു. ഇത്തവണ കരിയേപ്പില പോലെ ഷംസീറിനെ എടുത്ത് കളഞ്ഞു. അപ്പം ഷംസീറിൻ്റെ ഇനി വീണ്ടും കളയുക, പലരെയും കരിവേപ്പില പോലെ കളയുന്നതിൻ്റെ കൂട്ടത്തിൽ ഷംസീറിനെ കളഞ്ഞു. അപ്പോൾ UDFിലേക്ക് ഷംസീറിനെ എത്തിക്കുക എന്നുള്ള ദൗത്യം പിണറായി വിജയന് വേണ്ടി, അല്ലെ CPMൽ നിന്നും ഷംസീറിനെ പറഞ്ഞു വിടുക എന്നുള്ള ദൗത്യം പിണറായി വിജയന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത് വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളിക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് എത്ര നേരം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വരാൻ പറ്റും? ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിക്കെതിരായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വരാൻ പറ്റില്ല. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത് നാളെ BJPയിലേക്ക് ചേരാം, കൂടെയുള്ള കുറേ ഈഴവരെയെങ്കിലും BJPയിലേക്ക് കൊണ്ടു കൊടുത്താൽ 2 or 3 സീറ്റ് കിട്ടിയ BJPക്ക് നാളെ 5 or 6 or 10 സീറ്റ് വരെ കിട്ടാമല്ല. ഈ പത്മഭൂഷൺ മേടിച്ച് അലമാരി കൊണ്ടു വെച്ചേക്കണതിൻ്റെ പേര് ഇനി BJPന് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ തള്ളി പറയാൻ സാധ്യമാവുമോ വെള്ളാപ്പള്ളിക്ക്? അല്ല, ആ വെള്ളാപ്പള്ളിക്ക് അഭിപ്രായം മാറ്റുന്നതിന് യാതൊരു കുഴപ്പമില്ലല്ലോ. അല്ല, എൻ്റെ ചോദ്യം ആദ്യം അത് തന്നെയായിരുന്നു. മലയോന്തിന് ഇത്ര പെട്ടെന്ന് ഇത് സാധിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങനെ തന്നെയല്ലേ വെള്ളാപ്പള്ളി ഇപ്പം തന്നെ എത്ര നിലപാട് മാറ്റി. ഇപ്പോൾ വീണ്ടും പക്ഷേ ന്യൂനപക്ഷത്തിനെതിരായിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയും വെള്ളാപ്പള്ളി പിണറായി വിജയൻ്റെ വെൽവിഷറായിട്ട് തുടരുകയും ചെയ്യുമ്പം അതിലൊരു അപകടമുണ്ട്. നമ്മൾ വെള്ളാപ്പള്ളിയെ മാത്രമായിട്ട് കരുതരുത്. പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന പല നേതാക്കളും ഇടതുപക്ഷത്തും വലതുപക്ഷത്തും കോൺഗ്രസിലൊക്കെ ഉള്ളവർ സൗകര്യം പോലെ കിട്ടിയപ്പോൾ BJPയിലേക്ക് ചുവടുമാറുന്നതിന് യാതൊരു മടിയുണ്ടായിട്ടില്ല. അപ്പോൾ ശിവസേനയൊക്കെ വലിയ ഉദാഹരണങ്ങളാണ്. അപ്പം നാളെ സ്റ്റാലിൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ മേല. സ്റ്റാലിനും നമ്മുടെ നേതാവ് പിണറായി വിജയനായിട്ട് വളരെ ബന്ധമാണോ? കച്ചങ്കാന്തിമാരാണ്. ഇതെല്ലാം കൂടെ തടുത്തു കൂട്ടി BJP കൊണ്ട് ഇടാനാണോ ഈ നേതാക്കന്മാരെ ശ്രമിക്കുന്നത് എന്ന ഒരു സംശയം ഈ പരിസ്ഥിതിയിൽ എനിക്കുണ്ടാകുന്നത്. അല്ല, അത് തന്നെയാണ് ഞാനും സാറിനോട് സംശയരൂപേണ ചോദിച്ചത്. കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഷോ കേസിൽ പത്മഭൂഷൺ ഇരിക്കാനിട വന്നതിൻ്റെ കാരണം അതിൻ്റെ പുറകിൽ വലിയ അജണ്ടകളുണ്ട്. അല്ലാതെ SNDP സമുദായത്തിനുള്ള 100 കണക്കിന് സ്കൂളുകളിലൂടെ പൊതുജനത്തിന് നൽകിയ വിദ്യാഭ്യാസ സൗകര്യ സേവനങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന് കേന്ദ്രം പത്മഭൂഷൺ നൽകിയത് എന്ന് പറഞ്ഞാൽ അത് ഞാനും സാറും ഉൾപ്പെടെയുള്ള പ്രബുദ്ധരായ ജനത ഒരു കാരണവശാലും അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയ കച്ചവടത്തിൻ്റെ ഭാഗം തന്നെ അതിൻ്റെ പുറകിൽ ചില വ്യക്തമായ അജണ്ടകളുണ്ട്. അപ്പോൾ അജണ്ട, ഒന്നാമത്തെ അജണ്ട ഇപ്പോൾ BJPക്കാർ സമ്മതിക്കുന്നൊരു അജണ്ടയുണ്ട്. CPM തകരാതെ CPMൻ്റെ കൂടെ നിൽക്കുന്ന ഹൈന്ദവ വോട്ടുകളെ BJPക്ക് ഒരിക്കലും കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ അതിനെ നിയന്ത്രിക്കുന്നത് ഒരു 50% കൂടുതൽ നിയന്ത്രിക്കുന്നത് SNDP ആണ്, വെള്ളാപ്പള്ളി നടേശനാണ്. വേണമെങ്കിൽ താത്വികമായിട്ട് പറയാം. അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണിത്. അപ്പോൾ ഈഴവ അണികളുടെ BJPയിലേക്ക് ചേർന്നാൽ CPM പിന്നെ വട്ടപൂജ്യ. പക്ഷേ സാറേ, നമ്മൾ മറ്റൊരു കാര്യം പരിശോധിക്കുമ്പോൾ ഈ 2026 തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ SNDP സമുദായത്തിന് ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം UDFന് വലിയ മേൽക്കൈയുണ്ടായി. നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ കൊല്ലം മാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ വടക്കം പറവൂരിൽ VD സതീശനെതിരെ അരയും തലയും മുറുക്കി വന്ന 2 സാമുദായിക നേതാക്കന്മാരായിരുന്നു. ഒന്ന് വെള്ളാപ്പള്ളി നടേശനും മറ്റ് NSSൻ്റെ സുകുമാരൻ നായരും. ഇവർക്ക് 2 പേർക്കും നിർണായക സ്വാധീനമുണ്ട് വടക്കം പറവൂരിലെ വോട്ടുകളിൽ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഴയതുപോലെ തന്നെ പാട്ടും പാടി ജയിച്ചു പോരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെള്ളാപ്പള്ളി പങ്കെടുക്കുന്ന താലൂക്കുകളിൻ്റെ പ്രകടനമൊക്കെ ഭയങ്കരമാണ്. കാരണം വിചാരിച്ചു പറവൂരിലെ ഈഴവർ മുഴുവൻ സതീശനെതിരാകാൻ പോകുന്ന അതെ ആ രീതിയിലുള്ള പ്രചരണമായിരുന്നു. തീർച്ചയായും. അപ്പോൾ സുകുമാരൻ നായർ സതീശൻ്റെ ഒരു പ്രസ്താവന അതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള പ്രസ്താവനയായിരുന്നില്ല. അദ്ദേഹം വളരെ കാലം മുമ്പ് നടത്തിയൊരു കാര്യമാണത്. ഞാൻ സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകില്ല, അഥവാ രാഷ്ട്രീയക്കാരങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത്. തിണ്ണനിറങ്ങിലും അവരെ കാണാൻ സന്ദർശനവും രണ്ടും രണ്ടാണ്. ഈ സ്വാർത്ഥപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ താല്പര്യങ്ങൾ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി സാമുദായിക ആചാര്യന്മാരുടെ കണ്ട് അവരുടെ സൗകര്യം നോക്കി അവരുടെ അരമനകളിലും അല്ലെങ്കിൽ അവരുടെ മക്ബറകളിലൊക്കെ കയറി ഇറങ്ങി നടക്കുക. മക്ബറ എന്നുള്ള വാക്ക് പറഞ്ഞത് തെറ്റിപ്പോട്ടെങ്കിൽ ക്ഷമിക്കുക. അല്ലെങ്കിൽ അവരുടെ ആസ്ഥാനങ്ങളിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നതിൽ
ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അദ്ദേഹം തിണ്ണനിരങ്ങൽ എന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ ഇപ്പോൾ സാമുദായിക ആചാര്യന്മാരെ കാണാൻ പോകാം. അദ്ദേഹം ശിവഗിരിയിൽ അദ്ദേഹം അടുത്ത കാലത്ത് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു, ശിവഗിരി മഠത്തിൻ്റെ എല്ലാ അമ്പലങ്ങളിൽ പോയി. അതെ, തീർച്ചയായും. മാത്രമല്ല ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം അദ്ദേഹം കാണാൻ പോയത് എനിക്ക് തോന്നുന്നു ലത്തീൻ സഭ അധികാരികളെയാണ്. അത് മറ്റേ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കാര്യമായ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി എന്ന രീതിയിൽ, പൊതുപ്രവർത്തനം എന്ന രീതിയിൽ എല്ലാ ആളുകളെയും കാണേണ്ടി വരും. അക്കൂട്ടത്തിൽ സാമുദായിക നേതാക്കളെയും കാണേണ്ടതായി വരും. എന്നല്ലാതെ ഏതെങ്കിലും വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു സാമുദായിക ആചാര്യൻ്റെയും തിണ്ണ ഞാൻ അതെ. ഇപ്പോൾ രാജ്മോഹൻ സാറിനെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തൊക്കെയൊക്കെ കൂടെ ചേർത്ത് വഹിച്ച് പറയാനുണ്ട്. പാവം തിരുവഞ്ചൂരിനെ അനുസ്മരിച്ചതിൽ വളരെ നന്ദി. അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി താൻ പോകില്ല എന്ന് പറഞ്ഞത് സുകുമാരൻ നായർ അടക്കമുള്ള ആളുകളെ ചൊടിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം, പറവൂരിൽ ഞങ്ങൾക്ക് NSSനും SNDPക്കും ഒക്കെ ശക്തമായ വേരുകളുള്ള സ്ഥലമാണ്, ശക്തമായ വോട്ടുകളുണ്ട് എന്നാണ് പറഞ്ഞത്. VD സതീശൻ NSSൻ്റെ ജന്മം കൊണ്ട് അദ്ദേഹം നായർ സമുദായക്കാരനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദാമോദര മേനോൻ. എന്തിനാണ് ചങ്ങനാശ്ശേരിയിൽ പെരുന്ന സുകുമാരൻ നായരുടെ ആസ്ഥാനത്ത് ഇതുവരെ കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം, സുകുമാരൻ നായരായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് KM മാണി വിഭാഗം മാത്രം ജയിച്ചിരുന്ന ചങ്ങനാശ്ശേരി നിയമമണ്ഡലത്തിൽ പോലും ജോസഫ് ഗ്രൂപ്പിന് ജയിക്കാൻ പറ്റി. കോട്ടയം ജില്ലയിൽ ഒറ്റ സീറ്റ് എല്ലാം UDF-നാണ് കിട്ടിയിരിക്കുന്നത്. സാറ് നേരത്തെ സൂചിച്ചാൽ കൊല്ലത്തൊക്കെ SNDP സമുദായത്തിന് വളരെ ശക്തിയുള്ള സ്ഥലം തന്നെയാണ്. അവിടെ നിന്നാണ് BJPക്ക് സീറ്റ് കിട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തിട്ടുള്ള ചാത്തന്നൂർ അല്ലേ? അതാണ് എൻ്റെ ഓർമ്മ. അത് വെള്ളാപ്പള്ളിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയും. അതെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുകുമാരൻ നായരോ ഒക്കെ പറയുന്നത് കേട്ടിട്ട് നായർ സമുദായ അംഗങ്ങളോ SNDP യൂണിയനോ ഒന്നും വോട്ട് ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മറന്നില്ല. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഈ കഴിഞ്ഞ ദിവസം ഷംസീറിനെ തള്ളി പറഞ്ഞെങ്കിലും ഇപ്പോൾ പിണറായി വിജയൻ അത് നേരെ എതിരായി വന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയപരമായൊരു മുതലായി മാത്രമല്ല, ഇന്നലെ രാകേഷും ജില്ലാ സെക്രട്ടറി രാകേഷും സജീവമായിട്ട് വന്നു. അതെ. അത് പിണറായി വിജയന്റെ സിംഗിളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയപരമായ ഒരു മുതലെടുപ്പിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാര്യസാധ്യ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇനി വെള്ളാപ്പള്ളി നടേശന് ഉപയോഗിക്കേണ്ടതായിട്ട് തൻ്റെ ജീവിതത്തിൽ ഇനി വരില്ല. ഇനിയും ഒരംഗത്തിന് ബാല്യമില്ല എന്നുള്ള കാര്യം പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു പിണറായി വിജയൻ അംഗത്തിന് ബാല്യമില്ല, പക്ഷേ പിണറായി വിജയൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തിന് ബാല്യം ഉണ്ടെന്നുള്ളതാണ് പിണറായി വിജയൻ കണക്കൂട്ടുന്നത്. അല്ല, അതിപ്പോൾ ED ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ബാല്യം ഇനി എങ്ങനെയാണ് മുളയിലെ നുള്ളി പോകുക എന്നുള്ളതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം എന്താണ് കൊടുങ്ങല്ലൂർ കുഴിഞ്ഞ കോഴിയുടെ ആയുസിനെ കുറിച്ച് എന്നൊരു പ്രയോഗം നമ്മുടെ മലയാളത്തിലുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെ എന്തായാലും പിണറായി വിജയൻ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്നുള്ള ചില ആളുകൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറിയിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായിട്ട് മുണ്ടുരിഞ്ഞ് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ എത്തിയിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ഇത്തരം ഗിമ്മിക്സുകൾ നടത്തിയാലും CPM എന്ന പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നല്ല ധിഷണപാഠമുള്ള വാക്വിലാസമുള്ള ഭാവനയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ വരെയും അവരുടെ ശൈലി മാറ്റം കടലാസിൽ മാത്രം എഴുതി വയ്ക്കാതെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റിയൊരു നേതാവ് വന്നാൽ മാത്രമേ അതിനി ഒരു പുനരുദ്ധാരണം ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ആ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. കാത്തിരിക്കാം.